ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്യൂട്ട് ഐറ്റംസ് ആട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയൊരു ബോക്സ്. അപ്പോൾ ഇതിൽ ഈ ഡയറി ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ജാനുവരി ഉണ്ടാക്കി ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇത് മേടിച്ച ഡയറി കേട്ടോ. അപ്പോൾ ഈ ഡയറിയിലെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡയറി എഴുതിയതാട്ടോ. പിന്നെയെന്ന് പറയുന്നതാണെങ്കിൽ ഇത് നമ്മൾ പുറത്തുനിന്ന് കാണാൻ ഒരു ബുക്ക് പോലെയാണ്, പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞാൽ ബോക്സ് പോലെയാണ്. പക്ഷെ ഇതൊന്നും വലിയ ഭംഗിയില്ല കേട്ടോ. ഇതിൽ ഞാൻ ക്രയോൺസ് ആട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആട്ടോ. അപ്പോൾ ഇതിൽ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയലാട്ടോ ഗൈസ്. അപ്പോൾ ഈ ഫയല് ഞാനിത് സ്കൂളിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഹോണസ്റ്റി എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ് സ്കൂളിൽ, അവിടെ നിന്ന് മേടിച്ചാട്ടോ. അപ്പോൾ ഈ ഫയല് 10 രൂപീസോളൂ. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി കടകളിലും അല്ലാത്തുള്ള കടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. മൈസെൽഫ് ആട്ടോ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട്സ് ആട്ടോ ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി, അതേപോലെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ആട്ടോ. പിന്നെ നമ്മുടെ ടൈം ടേബിൾസ് ഇന്ന് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കാൽക്കുലേറ്റർ, പിന്നെ നമ്മുടെ ഡെയിലി തിങ്സ് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യേണ്ടതാട്ടോ. പിന്നെ നമ്മുടെ ഡെയിലി പ്ലാനർ അതൊക്കെ ഇല്ല ചെയ്താട്ടോ. പിന്നെ എക്സാം ട്രാക്സ്, അതേപോലെ തന്നെ ജോബ്സ്, സേവിങ്സ്, ഇതൊക്കെ എഴുതാട്ടോ. ഞാൻ ഇതൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ കാണിച്ചു തന്ന ടൈമിൽ ഇതൊക്കെ പോയിട്ടോ. അപ്പോൾ ഇതെങ്ങനെ വെച്ച് തരാമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ആക്കിയിട്ട് ഇത് നമുക്ക് വെക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ മാറ്റാട്ടോ. ഇതിൽ ഞാൻ മൈസെൽസ് അതൊക്കെ ഞാൻ വെക്കാട്ടോ. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഈ സംഭവം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിയോടെ കയറ്റി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇത് ഇത്രയോളം ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതിൽ ക്ലേസ് ആട്ടോ, ക്ലേ സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ക്ലേൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇത് ക്ലേസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ സ്പിന്നിലിട്ട് വെച്ചേക്കാട്ടോ. ഇത് നമ്മുടെ സ്കെച്ച്, സിസർ, അതൊക്കെ ആട്ടോ. ഇത് എൻ്റെ സേവിങ്സ് ആട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ 200 രൂപീസ് ആട്ടോ ഇപ്പോൾ ഉള്ളത്. ഇത് ഞാൻ ഇന്നലെ ഇരുന്ന് ചെയ്തതാട്ടോ. പിന്നെ ഇത് സ്റ്റിക്കേഴ്സ്, അതേപോലെ തന്നെ ഇത് പെയിൻ്റ് ആട്ടോ. ഇത് വാട്ടർ കളർ, ഇത് A4 ഷീറ്റ്, പിന്നെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കാനായിട്ടുള്ള ഓയിൽഡ് പേപ്പർ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാരൻറ്റിന് വേണ്ടി വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇതാണ് സ്റ്റിക്കി നോട്ട്സ്. ഇത് നമുക്ക് നമുക്ക് എന്ത് എഴുതി വയ്ക്കേണ്ടതെന്ന് വെച്ച് എഴുതി വയ്ക്കാം. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഞാൻ കളർ അടിച്ച് വെച്ചേക്കാം കേട്ടോ, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ഇതൊക്കെയാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതാണ് ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, അതേപോലെ സ്റ്റാമ്പ്സ്, ടൈപ്സ്, ഇതൊക്കെ ആട്ടോ. പിന്നെ ഇതതിൻ്റെ പണ്ടത്തെ ബോള്, അതേപോലെ നമ്മുടെ ഗോലിക്കായ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആട്ടോ. കണ്ടോ, അപ്പോൾ ഇത്രയുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ബൈ.